hello guys. Good morning. Assalamu alaikum. Hope you guys doing good and welcome back to my channel. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ ഒരു 2:30-3 മണിയായി. സോ എണിക്കാൻ കുറച്ച് വൈകി, ഒരു 9 മണി 9:15. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഫ്രൈഡേ അല്ലേ, ക്ലീനിങ് പരിപാടികളുണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് ഉച്ചയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഫ്രൈഡേ അല്ലേ, നാളെ സാറ്റർഡേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് പോകാനാവില്ല. സോ അതിന് മുന്നേ പോയിട്ട് ഒരാഴ്ച ഇരുന്നിട്ട് വരാമെന്ന്, നോമ്പിന് മുന്നേ ഇവിടെ വീട്ടിലേക്ക് എത്താമെന്ന് ഒരു തോന്നല. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാണ് നാളെ. അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കില്ല. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ എന്തായാലും നാളേക്കും ബാക്കി ഉണ്ടാവും. സോ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ മാത്രം ഞാൻ ചപ്പാത്തിയും ഇത്തിരി ചന്ന മസാല ഉണ്ടാക്കി. അത് ഉണ്ടാക്കണ പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചന്ന ഗ്രേവി, അതായത് വൈറ്റ് ചന്ന ഗ്രേവിയും ചപ്പാത്തിയാണ്. അതാണ് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ ചോപ്പർ ഉപയോഗിക്കുന്നത്. കാരണം നേരം വൈകി അവർ രണ്ടുപേരും ഇപ്പോൾ എണിക്കും മുന്നേ ഞാൻ എല്ലാ പണിയും തീർത്തിരിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പാല് കാച്ചി വെച്ചതിൽ ആട എടുത്ത് മാറ്റുകയാണ്. കുറേ കാലമായി ഞങ്ങളിവിടെ നെയ്യ് ബട്ടറൊക്കെ വാങ്ങിയിട്ട്. ഇതിൽ നിന്ന് തന്നെ കേട്ടോ നെയ്യും ബട്ടറൊക്കെ എടുക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്, കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അവിടെ ഇരിക്കുന്ന GRPൻ്റെ കണ്ടെയ്നർ വന്നിട്ട് നമ്മൾ നോമ്പൊക്കെ വരികയല്ലേ, സോ നെയ്യിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ നെയ്യിൻ്റെ ആവശ്യം. അത്യാവശ്യം കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്, കുറേ കാലത്തിന് ശേഷം വാങ്ങിയതാണ്. പിന്നെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ തുണി കുറച്ച് മടക്കാനുണ്ടായിരുന്നു, അത് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് തൂത്തുവാരി, നേഹയും എണിക്കണ മുന്നേ എനിക്കെല്ലാം ചെയ്തു വയ്ക്കണമല്ലോ. സോ അതുകൊണ്ട് വേഗം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കൈയൊക്കെ നല്ലോണം വന്ന് കഴുകിയതിന് ശേഷം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചപ്പാത്തിക്ക്, അതൊക്കെ ബോൾസ് ആക്കിയിട്ട് ഇനി അത് പരത്തിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കണം. ഞാൻ എന്താ ചെയ്യുന്നറിയോ, ആദ്യം പരത്തി വയ്ക്കും, എന്നിട്ട് പാത്രവും കഴുകാനുണ്ടാവുമല്ലോ. അടുപ്പത്ത് ചപ്പാത്തി വേവുണ്ടാവും, ഞാൻ അപ്പുറത്ത് നിന്ന് പാത്രം കഴുകുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി ഓട്ടപ്പാച്ചിലായിരിക്കും ആ സമയത്ത്. എന്താ വെച്ചാൽ 2 പണി ഒപ്പം കഴിയുമല്ലോ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ ചപ്പാത്തി ചുട്ട് കഴിയണവരെ അവിടെ തന്നെ നിൽക്കണം, ഇടുപ്പ് വേദനിക്കും. സോ അങ്ങോട്ടും നടന്നാൽ ഇത്തിരി ഈ ചപ്പാത്തി ചുട്ടുന്നതിൻ്റെ കൂടെ വേറെ വല്ല പണി ചെയ്താൽ കുഴപ്പമില്ല, അതങ്ങനെ ശീലമായിപ്പോൾ. സോ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം അവിടെയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കലും ഉണ്ട്. അതിൻ്റെ കൂടെ 1008 പ്രാവശ്യം കൈ കഴുകലും ഉണ്ട്. കൈ കഴുകിക്കൊണ്ടേ ഇരിക്കണം എനിക്ക്, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് മോപ്പ് ചെയ്യാൻ പോവുകയാണ്. അന്ന് നനച്ചുള്ളിൻ്റെ സമയത്ത് ലാസ്റ്റ് ഡേക്ക് ഈ റൂമിലത്തെ ബെഡ് എടുത്ത് ഹാളിൽ കൊണ്ടിട്ടതാണ്. പിന്നെ അത് ഈ റൂമിലേക്ക് വന്നിട്ടില്ല, 2 ദിവസമായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകണമല്ലോ, അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ മൂപ്പർക്ക് അവിടെ കിടന്ന് സിനിമ നോക്കാനാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞു. നെയ്ഹ എണീച്ചു. നെയ്ഹാനിനി പല്ല് തേപ്പിച്ചിട്ട് നെയ്ഹാക്ക് ഭക്ഷണം കൊടുക്കണം. ചപ്പാത്തി പിച്ചിട്ട് കൊടുത്താൽ മതി, ആൾ കഴിക്കും. അപ്പോൾ പല്ല് തേക്കാൻ വിളിക്കുമ്പോൾ ഓടി വരണതാണ്.
നെയ്ഹാക്ക് നെയ്ഹാൻ്റെ പ്ലേറ്റിൽ ചപ്പാത്തിയും എനിക്ക് എൻ്റെ പ്ലേറ്റിൽ ചപ്പാത്തി എടുത്തിട്ട് ഞങ്ങൾ ഹാളിലേക്ക് പോയി. നെയ്ഹാക്ക് ടി വി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് ഫോൺ നോക്കിയിട്ട് നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 3 പേരും കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം, അതായത് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കേ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് വരുള്ളൂ. ഇപ്പോഴേക്കേ എൻ്റെ മുഖത്തിരി കഴുകി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഭയങ്കര ഡ്രൈ ആയിരിക്കുക, അൾട്ര ഡ്രൈ ആയിരിക്കുക എൻ്റെ ഫേസ്. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ആലോചിച്ചിട്ട് വെള്ളം കൂടി കുറവായി, അതായിരിക്കും ഒന്ന് തോന്നൽ. അപ്പോൾ ലിപ് ബാമൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് നേരം കണ്ണാടീൻ്റെ മുമ്പത്തെ കുറച്ച് പ്രഹസനമൊക്കെ നടത്തി. അപ്പോഴേക്കും ബിരിയാണി ആയിട്ട് വന്നു. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ, അതിനെന്താ പറയുക, ഗ്രിൽ ചിക്കനും. നെയ്ഹ ബിരിയാണി കഴിക്കില്ല, സോ നെയ്ഹാക്ക് നെയ്ച്ചോറൊക്കെ അയച്ചു വന്നു. ഇനി നമ്മൾ 3 പേരും കൂടെ ഒപ്പം ഇരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ പോകണം. ആ ഇല ഞങ്ങൾ 2 പേരും ഇലയിൽ കഴിക്കണ കണ്ടിട്ട് നെയ്ഹാക്ക് ഇല വേണം പറഞ്ഞിട്ട് അതിൽ ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അവൾക്ക് ആ ഇലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്ഹാക്ക് ഇന്ന് വാരി കൊടുക്കണ്ടല്ലോ, അപ്പോൾ ഞാനിന്ന് കുറച്ച് ആസ്വദിച്ചിട്ട് ബിരിയാണി അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആനിമൽ മൂവിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഫിലിം കണ്ടിട്ട് കിടന്നുറങ്ങണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.